അങ്ങനെ എന്താടി നിന്നോട് പറഞ്ഞത്? ഓ അതൊന്നുമില്ല, അതുപോലെ തന്നെ. ടേബിൾ എന്നാ ക്ലീൻ ചെയ്തിട്ട് ഞാൻ പോയി ഭക്ഷണം എടുത്തിട്ട് വരാം. ത്രിവേണി, ഏട്ടത്തി എവിടെ? ഏട്ടത്തി ഇവിടെ ഉണ്ട്. എന്താടാ? അല്ല, ഞാൻ കാണാണ്ടായപ്പോ അന്വേഷിച്ചതാ. ഇത് ഞാൻ വിശ്വസിക്കണമായിരിക്കും അല്ലേ? ഇല്ല, ഞാൻ ചുമ്മാ അന്വേഷിച്ചതാ. ഫുഡ് കഴിച്ചോ? നീ കഴിച്ചോ? ഇല്ല, കഴിക്കണം. എന്നായിരിക്കും കഴിക്കാം. എന്താടാ കാര്യം? അല്ല, പിന്നെ വന്ന് കഴിക്കാം, കറി തീർക്കല്ലേന്ന്. ഇവനെന്ത് പറ്റി? 5 പോയപ്പോ ഇവന്റെ പിടി കംപ്ലീറ്റും വിട്ടുപോയാ ആയിരിക്കും. നീ പോയി പ്ലേറ്റ് എടുത്തോണ്ട് വാ. ആ പിള്ളേര് കഴിച്ചോ എന്തോ? അത് അവരുടെ റെസ്റ്റിലൂടെ കഴിച്ചോളൂ. സ്വന്തം വീട്ടിലെ സത്യങ്ങളൊക്കെ അറിയാൻ എന്തു പാടാണ്. ആരെയൊക്കെ പേടിക്കണം, എന്തൊക്കെ വിളിക്കണം. പ്രകാശേട്ടാ, പോയ കാര്യം എന്തായി? ആക്ച്വലി അർജുൻ്റെ ഐഡിയ നല്ലതാ. ഏട്ടത്തിയുടെ ഓഫീസിലെ CCTV വർക്ക് ചെയ്യുന്നില്ല. പക്ഷേ ഒരു 50 മീറ്റർ മാറി ഒരു ബിൽഡിംഗ് ഉണ്ട്, അവിടെ CCTV ഉണ്ട്. എന്നിട്ട് അവിടെ നിന്ന് വല്ല ഫുട്ടേജ് കിട്ടിയാ? ഞാനൊന്ന് മുട്ടി നോക്കി, പക്ഷെ കിട്ടിയില്ല. അവരെന്നെ അടിച്ചോടിച്ചു. ഇപ്പൊ ഫുട്ടേജ് എങ്ങനെ ഒപ്പിക്കും? അറിയില്ല. പിന്നെ എന്നെ അടിച്ചോടിച്ചത് കാരണേ ഞാൻ വേറെ ഷോപ്പിലൊന്നും കയറിയില്ല. അല്ല, നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാം. ഹലോ, എന്താണ് രണ്ടുപേരും കൂടി ഇവിടെ? അല്ല, അങ്ങോട്ട് കാറിലാണല്ലോ പോയേ, ഇപ്പൊ എന്താ നടന്നു വരണേ? അതെ, കാറ് വരുന്ന വഴിയിൽ സർവീസിന് കൊടുത്തുന്നു. അതാണ്. അല്ല, നിങ്ങൾ പറഞ്ഞില്ല എന്താണെന്ന്? ഇല്ല, ഞാൻ പുറത്തു വേണ്ടി ഇറങ്ങിയത്. അപ്പൊ ഇവൾക്ക് എന്തോ വാങ്ങാണ്ടെന്ന് പറഞ്ഞതാ. അത് ശരി, എന്നാ നിങ്ങളുടെ കാര്യം നടക്കട്ടെ, ഞാൻ അകത്തുണ്ടാവും. ചോദിച്ചാലാ? ഇപ്പൊ ആരുമില്ല, നല്ല സമയം. കിഷോറേട്ടാ, കിഷോറേട്ടാ, ഓ, ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ചോദിക്ക്. സത്യം മാത്രമേ പറയാവൂ. ചോദിക്ക്, സത്യം പറയൂ. ചേച്ചിയുടെ ജോലി പോയാല് മായ്മക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു ഡൗട്ട്? മായ്മയ്ക്ക് പങ്കുണ്ടോന്നൊന്നും അറിയണ്ട, പക്ഷെ ജോലി കളഞ്ഞത് മോഹനേട്ടനാണോന്ന് അറിയാവോ? അതെങ്ങനെ ഒന്ന് പറയൂ. പറയൂ ഈശ്വരേട്ടാ, മോഹനേട്ടനല്ലേ ജോലി കളഞ്ഞത്? പ്രകാശ്, ഇപ്പൊ എനിക്ക് അതിനുള്ള ആൻസർ തരാൻ പറ്റും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എല്ലാ കാര്യങ്ങളും ഉടൻ തന്നെ തെളിയും. പിന്നെ മോഹനനും ആവണിയും ഒരുമിക്കും, അതെന്റെ ഉറപ്പാ. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യും, എനിക്ക് ഇപ്പൊ അതേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ? ഇതെന്ത് വർത്താനീ പറഞ്ഞേ? നമ്മളറിയാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടാവും എൻ്റെ ബാക്കിൽ, അതായിരിക്കും. നമുക്ക് എന്തായാലും കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്യാം. അല്ല, അപ്പൊ അതുവരെ നമ്മളൊന്നും ചെയ്യണ്ടേ? നമുക്ക് നമ്മുടേതായ വഴിക്ക് അന്വേഷിക്കാം. പക്ഷേ കിട്ടുന്ന തെളിവുകളെല്ലാം വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും. ഞാനങ്ങനെ ആവണ ചേച്ചി മുഖത്ത് നോക്കും, ആകെ നടക്കടായി. എന്താടോ വല്ലാതിരിക്കണേ? ഒന്നുമില്ല പപ്പ. പക്ഷെ കാണുമ്പോ അങ്ങനെയല്ലല്ലോ തോന്നുന്നത്. എന്താ കാര്യം പറ. ഒന്നുമില്ല പപ്പ. മമ്മി പോയോ? മമ്മി പോയെന്നോ? ദുബായിൽ ഇറങ്ങി. നീ ടോപ്പിക്ക് മാറ്റാതെ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചു വെച്ചാ? ഒന്നുമില്ല. ഒരു കാര്യം മനസ്സിലാക്കണം, മായയാണ് പോയത്. അതും പറഞ്ഞ് കുരുത്തക്കേട് കാണിക്കരുത്. ഞാനിവിടെ ഉണ്ട്, മനസ്സിലായാ? ഞാൻ എന്താ കാണിക്കാനാ പപ്പ? ഇനി എന്തോ കാണിക്കാൻ എന്നാ? അപ്പൊ എന്ത് കാണിച്ചു അത് പറ. ആവണ ചേച്ചി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. എന്തിന്? ഞാനിവിടെ വെറുതെ ഇരുന്നപ്പോ ചുമത്ര വേണ്ട പുറകൊന്ന് പോയി, അത് ആവണ ചേച്ചി കണ്ടു. എടാ, ഞാനും കൂടി ഇടപെട്ടിട്ടല്ലേ ആവണിയോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കിയത്. നീ പിന്നെ അവിടെ റൂമിൽ കയറിയാ? ഞാൻ റൂമിലൊന്നും കയറിയില്ല. പിന്നെ ഞാൻ ത്രിവേണ്ട പുറകെ ചെന്നപ്പോ ആവണി ചേച്ചി എന്നോട് ചോദിക്കുക, വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ടും ഈ പുറകെ നടക്കുന്നത് ബോറല്ലേന്ന്. അയ്യേ നാണക്കേട്. നീ ഇനി റൂമിൽ നിന്ന് പുറത്തിറങ്ങണ്ട. നീ ഓരോന്ന് കാട്ടി വെച്ചാലേ
ഞാൻ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും. ഇവിടെ മിണ്ടാണ്ടിരിക്കും.